നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഹോൾ ചിക്കൻ ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിനകത്ത് നമ്മൾ ഫില്ലിംഗ് കൊടുത്ത ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കുപ്പൂസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോ വരുന്നൊരു ചിക്കനാണ്. നല്ലപോലെ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം നമുക്കിതിൻ്റെ സൈഡിലെല്ലാം ഒരു കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് നമ്മൾ മസാല എല്ലാം ഇതിൽ പുരട്ടി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്, മാംസത്തിൽ നല്ലപോലെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ നന്നായിട്ട് തന്നെ വരഞ്ഞെടുക്കാം. കാലും എല്ലാം വരഞ്ഞു കൊടുക്കുക. ഫുള്ളായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മാരിനേഷൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത്രയും ചേർത്തോട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഇത് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ ഉള്ളിലോട്ടെല്ലാം തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. മിനിമം ഒരു 4 മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഫ്രിഡ്ജിൽ. 10 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതും ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 മീഡിയം സൈസുള്ള സവാള നീളത്തിലരിഞ്ഞത് അതും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊന്ന് മാറ്റി വരണ വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും ചേർത്തോട്ട ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ട് തന്നെ ഇത് റോസ്റ്റാക്കി എടുക്കുക. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, കോഴിയുടെ അകത്തേക്ക് ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മസാല നമുക്ക് കോഴി ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് മാറ്റാം. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസുള്ള തക്കാളിയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി എല്ലാം വെന്തുടഞ്ഞ് വരുന്നവരെ വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ചിക്കൻ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത ശേഷം ഈ മസാലയിൽ ഇട്ടിട്ട് വേണം ബാക്കി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഈ മസാല മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ 10 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം മാറ്റിയ മസാല ഉണ്ടല്ലോ, അതിനൊപ്പം ഞാൻ 2 മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതും ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് മസാല ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കോഴിമുട്ട വയ്ക്കാം. പിന്നെയും കുറച്ച് മസാല വയ്ക്കുക. അടുത്ത മുട്ടയും വയ്ക്കാം. കോഴിയുടെ വലിപ്പം അനുസരിച്ച് മുട്ട വയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വയ്ക്കണം നിർബന്ധമൊന്നുമില്ല.
വയ്ക്കാൻ ഒരു രസത്തിന് വയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 കഷ്ണം തക്കാളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തുന്നിയെടുക്കണം. ഉള്ളിൽ നിന്ന് മസാലയൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തുന്നിയെടുക്കാം. സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിയെടുക്കാം. സൂചിയും നൂലും നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം തുന്നിയെടുത്താൽ മതി. ആദ്യത്തെ തവണ നൂല് വലിക്കുമ്പോൾ കുറച്ച് ബാക്കി വയ്ക്കുക. നമുക്ക് തുന്നി വരുമ്പം അവസാനം അവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് കൊടുത്താൽ മതിയാവും. തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാലും നമുക്കൊരു നൂല് വെച്ച് തന്നെ നന്നായിട്ട് കെട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ നിറച്ച് വെച്ചിരിക്കുന്ന കോഴി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ട് എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഒരുപാട് ഫ്രൈ ആയിട്ട് അങ്ങനെ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിനെയും ചെറിയ മസാലയിൽ ഇട്ടിട്ടാണ് ബാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇപ്പം എല്ലാ സൈഡിൽ നിന്നും മൊരിച്ചെടുത്താൽ മാത്രം മതിയാകും. ചിക്കൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇത്ര എണ്ണ ബാക്കിയുണ്ട്, കുറച്ച് ആവശ്യമുണ്ട് ഇനി ഫ്രൈ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയാണ്. നമുക്കതിലേക്ക് ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയ ശേഷം തിളയ്ക്കാൻ അനുവദിക്കാം. നല്ലപോലെ തിളച്ച് വരട്ടെ. ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മസാല ഗ്രേവി അതൊരു സ്പൂൺ വെച്ചിട്ട് ഈ ചിക്കൻ മേലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക. എല്ലാ സൈഡിലേക്കും എത്ര രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഈ മസാല ഗ്രേവി ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു സൈഡ് ആവശ്യത്തിന് പാകമായി കഴിയുമ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എണ്ണ ഒന്ന് മേലിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് മറ്റേ സൈഡിലേക്ക് മറിച്ചിടാം. ഇനി ആ സൈഡും ഇതുപോലെ തന്നെ മൂടി വെച്ചാണ് വേവിക്കേണ്ടത്. അതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തും എത്ര രീതിയിൽ തന്നെ മസാല ഗ്രേവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ആ സൈഡ് നമുക്ക് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 30-35-40 മിനിറ്റ് മാക്സിമം എടുക്കും ഇതിങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറക്കുക. എന്നിട്ടിങ്ങനെ മസാല ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാ സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലുള്ള ഈ കോഴി നിറച്ച് വറുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വിരുന്നാരൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് സൽക്കാരങ്ങളിൽ വിളമ്പാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു കിഡിലൻ റെസിപ്പിയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.